വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും അഭിഷിക്തന്മാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ക്രിസ്തയേശുവിൽ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം കൂടെ ദൈവദാനമായി നൽകിയല്ലോ, അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ലോകരാജ്യങ്ങളിലിരുന്നു കൊണ്ട് യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയൊക്കെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന വലിയവനായ ദൈവം പിന്നെയും നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അല്പനിമിഷം ചിന്തിക്കാൻ, ധ്യാനിക്കുവാനും 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 10-11 വാക്യം. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ. 10-ാമത്തെ വാക്യം പ്രാരംഭമായി വായിക്കുന്നു. ദയവായി ശ്രദ്ധിച്ചാലും. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. ആയിരക്കണക്കിന് പ്രാവശ്യം നമ്മൾ കേട്ട ദൂതാണ് ഇന്ന് പകൽക്കാലം വായിപ്പാൻ സ്വർഗമിടയാക്കിയത്. ഈ സന്ദേശം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കർത്താവിൻ്റെ അഭിഷേകത്തെ എടുക്കുന്ന ഒരു തീരുമാനമാണ്. സ്തോത്രം. അവൾ കരഞ്ഞ് കരഞ്ഞ് ഇനി കണ്ണുനീരില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. സ്തോത്രം. തൻ്റെ ഭർത്താവായിരിക്കുന്ന എൽക്കാനയും അവൻ്റെ 2 ഭാര്യമാരും, അതിൽ ഒരാളാണ് ഹന്ന. എന്നാൽ പെനീനയ്ക്ക് തലമുറകൾ ഉണ്ട്, ഹന്നയ്ക്ക് തലമുറയില്ല. എന്നാൽ തലമുറയുള്ള ഈ സഹോദരി എല്ലാ ദിവസവും തന്നെ കളിയാക്കുകയും തന്നെ പരിഹസിക്കുകയും തന്നെ പറയാൻ പറ്റാത്ത വാക്കുകളെല്ലാം പറഞ്ഞ് തന്നെ വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ സഹോദരി കടന്നു വരുമ്പോൾ ഇവൾക്ക് വേറെ ഒന്നുമില്ല. പക്ഷേ അവൾ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. ഇന്ന് പകലിൽ, ഈ വിശുദ്ധമായ പകലിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ദൂത് പറയുന്നു. സ്തോത്രം. ഹന്ന അവളുടെ ഭർത്താവിനോട് ചോദിച്ചിട്ടല്ല തീരുമാനമെടുത്തത്. സ്തോത്രം. ഭർത്താവ് ചോദിക്കുന്നു, എനിക്ക് 10 മക്കളെക്കാളും നീ എനിക്കുണ്ടല്ലോ, നിനക്കാ തലമുറയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ ഹന്ന എന്ത് ചെയ്യുന്നു? കരച്ചിൽ നിർത്തുന്നതേയില്ല. ഇന്ന് പകലിലും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹന്നമാരാരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? സ്തോത്രം. എന്നാൽ 8-ാമത്തെ വാക്യം പറയുന്നു, അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിന് കരയുന്നു? സ്തോത്രം. എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നിനക്കില്ലയോ എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഇതെന്തൊക്കെ പറഞ്ഞാലും ഹന്നയ്ക്കിതൊന്നും ഹൃദയത്തിലേക്ക് പതിയുന്നില്ല. കാരണം അവളുടെ ജീവിതത്തിൽ അവൾക്ക് വേണ്ടിയത് ഒരു തലമുറയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു, യഹോവ അവളുടെ ഗർഭം അടച്ചതിനാൽ
അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അപ്പോ ദൈവം ഹന്നെ കുറച്ചു ദിവസത്തേക്ക് അവളുടെ ഉദരഫലത്തെ കൊടുക്കാതെ അവളുടെ ഗർഭത്തെ അടച്ചു വച്ചു. സ്തോത്രം. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ 1-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോഴും എൽക്കാനയും അവൻ്റെ 2 ഭാര്യമാരെ പറ്റി നമുക്കവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ 9-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ഹന്നയുടെ പ്രാർത്ഥനയാണ്. എന്നാൽ 19-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ശമൂവേൽ ജനിച്ചു. സ്തോത്രം. 24-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ യഹോവയ്ക്ക് കാഴ്ച ആമേൻ അർപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. അങ്ങനെ ഈ പുസ്തകത്തെ ചില തട്ടുകളായി 4 തട്ടുകളായി തിരിക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് അവളുടെ സമർപ്പണമാണ്. 11-ാം വാക്യം പറയുന്നു, അവൾ ഒരു ആമേൻ നേർച്ച നേർന്നു. സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ ആമേൻ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ. കണ്ടോ, അവളുടെ തീരുമാനം അതാണ്. അല്ലെങ്കിൽ അവളും ദൈവവുമായിട്ടുള്ള ഹന്നയും ദൈവവുമായിട്ടുള്ള ആ ഒരു ഉടമ്പടി. സ്തോത്രം. പലപ്പോഴും ഉടമ്പടി ലംഘിക്കുക പലരും. ദൈവത്തോടൊരു തലമുറയെ ചോദിച്ചു, നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം കൊടുക്കുന്നില്ല. പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോകുന്നു, ഉപവാസത്തിൽ നിന്ന് മാറിപ്പോകുന്നു. തീരുമാനങ്ങൾ അത് ലഭിക്കാതെ വരുമ്പോൾ, തീരുമാനങ്ങൾക്ക് ഒരു നിവർത്തീകരണം കാണിക്കാതിരിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്നൊക്കെ സ്തോത്രം നമ്മൾ പറയാറുണ്ട്. ഇതിവിടെ ഒരു തലമുറയുടെ വിഷയമാണ്. എന്നാൽ ഇന്ന് ക്രിസ്തീയ ഗോളത്തിനകത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ ആരാധിക്കുന്നവരെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിനെ ഒരു കുട്ടിച്ചാത്തനെ പോലെ കൊണ്ടു നടക്കുന്ന ക്രിസ്തീയ ഗോളത്തെ നമുക്കിന്ന് കാണാൻ കഴിയുന്നു. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് അവരുദ്ദേശിക്കുന്ന കാര്യം സാധിക്കണം. ആമേൻ. ഒരു വീട്ടിലൊരു പ്രാർത്ഥന വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന വിടുതൽ അവിടെ സംഭവിക്കണം. ആമേൻ. എന്നാൽ ഒരുക്കത്തോടെ ഇരിക്കുന്ന ജനം ഇന്ന് വളരെ കുറവാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് അറിയിക്കുന്ന ഒരു ദൂത്, ഈ ജനുവരി മാസം പ്രൈസ് ദി ലോർഡ് 10-ാമത്തെ ദിവസം സ്വർഗം സംസാരിക്കുന്നത്, ആമേൻ, നീയും ദൈവവുമായിട്ട് ഒരു അകമൊഴിഞ്ഞൊരു ബന്ധം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 10-ാമത്തെ വാക്യം നോക്കിയേ, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന് പ്രാർത്ഥന വേണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എങ്ങനെയുള്ള പ്രാർത്ഥനയാണ്? മനോവ്യസനത്തോടെ, വേദനയോടെയുള്ള പ്രാർത്ഥനയിൽ എന്ത് വരുമെന്നറിയാമോ? കണ്ണുനീര് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥന എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കതിനെ അറിയാം. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ, നമ്മളും ദൈവമായിട്ടുള്ള ഒരു ബന്ധം, ഇതൊക്കെ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ഒന്നുകൂടെയൊക്കെ ശടകുടഞ്ഞ് എണീക്കേണ്ടത് ഏറ്റവും വളരെ അത്യാവശ്യമാണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ ഇയ്യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ആമേൻ 7-ാമത്തെ വാക്യത്തിൻ്റെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, സ്തോത്രം, 7-ാം അധ്യായത്തിൻ്റെ 11 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, ആകയാൽ ഞാൻ എൻ്റെ വായ് അടച്ചില്ല, എൻ്റെ മനോപീഡയിൽ ഞാൻ സംസാരിക്കും, എൻ്റെ മനോവ്യസനത്തിൽ ഞാൻ സങ്കടം പറയുന്നു. നീ എനിക്ക് കാവലായിരിക്കേണ്ടതിന് ഞാൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൻ്റെ ഒരു കാവല്, ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം ഇന്ന് പകൽക്കാല ദൈവകുഞ്ഞെ, ഹല്ലേലൂയ,
വായി അടയ്ക്കില്ല. എൻ്റെ മനോപീഡയിൽ ഞാൻ സംസാരിക്കും. എൻ്റെ മനോവ്യസനത്തിൽ ഞാൻ സങ്കടം പറയും. കണ്ടോ, യോബിൻ്റെ സങ്കടം നമുക്കറിയാം. നഷ്ടപ്പെട്ടു, സകലതും നഷ്ടപ്പെട്ടു. എന്നാൽ 10-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, എൻ്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു. ഞാൻ എൻ്റെ സങ്കടം തുറന്നു പറയും. എൻ്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും. കണ്ടോ, ആമേൻ. തൻ്റെ സങ്കടമൊന്ന് തുറന്നു പറയാൻ ആരുമില്ലാതിരിക്കുന്ന സമയം, പ്രൈസ് ദി ലോർഡ്, തന്നെ കുറ്റം ചുമത്തുവാൻ ഒരു കൂട്ടം പേര് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ പറയുന്നു, എൻ്റെ ജീവൻ എനിക്ക് വെറുപ്പായിരിക്കുന്നു. വെറുപ്പ് തോന്നുന്നു. ആമേൻ. വെറുപ്പായി തോന്നുകയാ. പലപ്പോഴും നമ്മളങ്ങനെയല്ലേ? നമ്മെ എല്ലാവരും വളഞ്ഞിട്ട് ആമേൻ പീഡിപ്പിക്കുമ്പോൾ, പീഡകൾ അഴിച്ചുവിടുമ്പോൾ, ആമേൻ വേദനിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം സ്നേഹിച്ചവർ, നാം ചേർത്ത് പിടിച്ചവർ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, ആമേൻ, ഇനി ഈ ജീവിതം വെറുപ്പാണ് എന്ന് പലപ്പോഴും പറയാറില്ലേ? നമ്മെ തന്നെ ഒന്ന് നോക്കിക്കാണാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല. സ്തോത്രം. അതുപോലെ യോബ് തൻ്റെ സങ്കടങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ നിരത്തി വയ്ക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പറയും, എന്നെ കുറ്റം വിധിക്കരുത്. എന്നോട് ആമേൻ, പ്രൈസ് ദി ലോർഡ്, നീ എന്തിനാ എന്നോട് എപ്പോഴും എനിക്ക് വേദന തരുന്നത് എന്നൊക്കെ യോബ് അവിടെ വിളിച്ചു പറയുക. ഇന്ന് പകൽക്കാല ദൈവപൈതലെ ഉൽപ്പത്തിയുടെ പുസ്തകം 28:20 വായിക്കുമ്പോഴും, ന്യായാധിപന്മാർ 11-ാമത്തെ അധ്യായത്തിന് 30-ാമത്തെ വാക്യം വായിക്കുമ്പോഴും, ഉൽപ്പത്തി 29-32, 1 ശമൂവേലിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യവും, ഉൽപ്പത്തിയുടെ പുസ്തകം 30:22 നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥനയിലും സമർപ്പണത്തിലും ഇറങ്ങി വരുന്ന ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, അവളുടെ പ്രാർത്ഥനയും സമർപ്പണവും കർത്താവിൻ്റെ സന്നിധിയിൽ അവൾ ഏറ്റുപറയുന്ന ആമേൻ ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ട്, അവളുടെ കണ്ണീര് കണ്ട് ഹന്നയുടെ പ്രാർത്ഥനയിൽ ദൈവം അത്ഭുതം ചെയ്യുന്നു. 15-ാമത്തെ വാക്യം, ആമേൻ, അതിൻ്റെ 26-27 നമ്മൾ പഠിക്കുമ്പോൾ ഹന്നയ്ക്ക് ദൈവം തലമുറയെ നൽകുന്നതായി നമുക്കവിടെ കാണാൻ കഴിയുന്നു. ദൈവകുഞ്ഞെ, ഇന്ന് പകൽക്കാലത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. 19-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ ഹന്നയ്ക്ക് ദൈവം തലമുറയെ നൽകുന്നു. ഇന്ന് പകൽക്കാലം ആരെല്ലാം പരിഹസിച്ചോ, ആരെല്ലാം ഒറ്റപ്പെടുത്തിയോ, അവരുടെ ദേശത്ത് ദൈവം ഹന്നയെ മാനിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. ദേശം മാറ്റിയൊന്നും കൊണ്ട് മാനിച്ചില്ല. അതേ കുടുംബത്തിനകത്ത് വെച്ച് അതേ ആൾക്കാർ നോക്കി നിൽക്കെ അവൾ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ദൈവത്തോട് അവൾ പറഞ്ഞതുപോലെ ആമേൻ ആലയത്തിൽ അവനെ സമർപ്പിപ്പാനിടയായി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുന്ന വാക്കുകൾക്ക് ആമേൻ നമ്മൾ അതിനെ കാരണസഹിതം ബോധിപ്പിക്കേണ്ടി വരും. നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. നീ കരയുന്ന വിഷയത്തിന്, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇന്ന് പകൽക്കാലം മറുപടി ഉണ്ട് എന്ന് പറയാൻ കർത്താവിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. കർത്താവ്, പിന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. ആമേ, തീരുമാനത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. മഹത്വം കർത്താവ് എടുക്കണം, യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.